morning students. Social Science secondly, National Income എന്നുള്ള third chapter ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു നാഷണൽ ഇൻകം എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് ഹൗ ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം, എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. Economic condition of a country is calculated on the basis of national income. It is necessary to increase production for economic prosperity. When production increases, the rewards of factors of production like land, labor, capital and organization also increases. നാഷണൽ ഇൻകം അടിസ്ഥാനമാക്കിയാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി കണക്കാക്കുന്നത്. അതായത് നാഷണൽ ഇൻകം വർദ്ധിക്കുന്നത് സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിന് തുല്യമാണ്. നാഷണൽ ഇൻകം കൂടണമെങ്കിൽ പ്രൊഡക്ഷൻ കൂടണം. When production increases, the rewards of factors of production like land, labor, capital and organization also increases. Factors of production എന്നുള്ളത് നമ്മൾ 8ൽ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയായിരുന്നു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ 4 എണ്ണമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു ഉൽപ്പാദനത്തിന് വേണ്ട അടിസ്ഥാന ഘടകങ്ങളെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ലാൻഡ് എന്നതോട് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ റിസോഴ്സസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ നാച്ചുറൽ റിസോഴ്സിനെയും ലാൻഡ് എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. അതായത് ഗുഡ് ക്ലൈമറ്റ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, റോ മെറ്റീരിയൽസ്, ഇതെല്ലാം വരുന്നത് ലാൻഡ് എന്നുള്ള കാറ്റഗറിയിലാണ്. ലാൻഡ് എന്നുള്ള ഫാക്ടർ ഒരു പ്രൊഡക്ഷനിൽ ഉൾപ്പെടുമ്പോഴേക്കും അതിന് ലഭിക്കുന്ന റിവാർഡാണ് റെൻറ്റ് എന്നുള്ളത്. റെൻറ്റ് ഈസ് ദി റിവാർഡ് ഫോർ ലാൻഡ്. ലാൻഡിൽ ലഭിക്കുന്ന പ്രതിഫലമാണ് റെൻറ്റ് എന്നുള്ളത്. നെക്സ്റ്റ് ഫാക്ടറാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ അടുത്ത ഘടകമാണ് ലേബർ എന്നുള്ളത്, തൊഴിൽ എന്നുള്ളത്. എനി വർക്ക് ഡൺ ഫോർ പേയ്മെൻറ്റ് ദാറ്റ് മേ ബി ഫിസിക്കൽ ഓർ മെൻ്റൽ. ഏത് ജോലിയും പ്രതിഫലം ഉദ്ദേശിച്ച് ചെയ്യുന്ന, മാനസികമോ ശാരീരികമായിട്ടോ ചെയ്യുന്ന എല്ലാ ജോലികളും വരുന്നത് തൊഴിൽ എന്നുള്ള വിഭാഗത്തിലാണ്. ചില ജോലികൾ മാനസികാധ്വാനം കൂടുതൽ ആവശ്യമുള്ളതും മറ്റു ചിലത് കായികാധ്വാനം, ശാരീരികാധ്വാനം കൂടുതൽ ആവശ്യമായിട്ടുള്ള ജോലികളാണ്. വേജ് ഈസ് ദി റിവാർഡ് ഫോർ ലേബർ. ലേബറിന് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ വേജാണ്, കൂലി അഥവാ വേതനം എന്നുള്ളതാണ് ലേബറിന് കിട്ടുന്നത്. നെക്സ്റ്റ് ഫാക്ടറാണ് ക്യാപിറ്റൽ എന്നുള്ളത്. മാൻമെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിതമായ ഘടകങ്ങളെയാണ് ക്യാപിറ്റൽ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെഷീൻസ്, ബിൽഡിങ്സ്, വെഹിക്കിൾസ്, ഇതെല്ലാം ക്യാപിറ്റൽ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. ക്യാപിറ്റലിന് ലഭിക്കുന്ന റിവാർഡാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത്. അടുത്ത ഫാക്ടറാണ് ഓർഗനൈസേഷൻ എന്നുള്ളത്. ദ ആക്ട് ഓഫ് കമ്പൈനിങ് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ഫോർ പ്രൊഡക്ഷൻ ആർ കോൾഡ് ഓർഗനൈസേഷൻ. ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും യോജിപ്പിക്കുന്ന ആളാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസർ എന്ന് വിളിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു വ്യക്തിയാവാം, ഒരു കൂട്ടം വ്യക്തികളും ആവാം. അവരുടെ റിവാർഡാണ്, അവർ ഓർഗനൈസേഷന് ലഭിക്കുന്ന, ഓർഗനൈസർക്ക് ലഭിക്കുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്നുള്ളത്. The increase in rewards such as rent, wages, interest and profit result in increased consumption and investment. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കുന്ന വരുമാനം അത് കൂടുമ്പോഴേക്കും അത് എന്തിന് കാരണമാകുന്നു? കൺസംഷന് കാരണമാകുന്നു. ഇൻക്രീസ്ഡ് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കൂടുതൽ തോതിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് കൂടുതൽ രൂപ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് തയ്യാറാകും. പ്രൊഡക്ഷൻ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ഇൻ്റർറിലേറ്റഡ്. പ്രൊഡക്ഷൻ വർദ്ധിക്കുമ്പോൾ വരുമാനം വർദ്ധിക്കുന്നു, വരുമാനം വർദ്ധിക്കുമ്പോൾ ചിലവ് വർദ്ധിക്കുന്നു. അങ്ങനെ ഈ 3 ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. There are 3 methods of estimating national income: product method, income method and expenditure method. ആദ്യത്തേത് പ്രോഡക്റ്റ് മെത്തേഡ്. Under the product method, national income is calculated by adding up the money value of goods and services produced by the primary, secondary and tertiary sectors. It is useful for assessing the contribution of each of these sectors towards the national income. It is also used to analyze which sector contribute the most to national income. ഉൽപാദന രീതി. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ
ആകെ മണി വാല്യൂ കണ്ടെത്തി നാഷണൽ ഇൻകം കണക്കാക്കുന്ന മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ്. നാഷണൽ ഇൻകത്തിൽ ഓരോ സെക്ടേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ എത്രമാത്രം ഉണ്ടെന്നും ഏത് മേഖലയാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നും വിലയിരുത്താനായിട്ട് പ്രോഡക്റ്റ് മെത്തേഡ് സഹായകമാണ്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സിൽ ഉൾപ്പെടുന്ന മേഖലകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രൈമറി സെക്ടർ അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ഫോറസ്ട്രി, ഫിഷിംഗ്, മൈനിങ് ഇതെല്ലാമാണ് വരുന്നത്. സെക്കൻഡറി സെക്ടറിൽ ഇൻഡസ്ട്രി, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ സപ്ലൈ, കൺസ്ട്രക്ഷൻ. ടെർഷ്യറി സെക്ടേഴ്സ് ട്രേഡ്, ഹോട്ടൽ, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സ്റ്റോറേജ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സോഷ്യൽ സർവീസ്. അടുത്തതാണ് ഇൻകം മെത്തേഡ് എന്നുള്ളത്. This method is helpful in analyzing the contribution of each factors of production to the national income. Factors of production ലഭിക്കുന്ന റിവാർഡ് ആണ് ഇൻകം എന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് ലഭിക്കുന്ന റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഇവയുടെ അടിസ്ഥാനത്തിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻകം മെത്തേഡ്. ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെയും നാഷണൽ ഇൻകത്തിലുള്ള കോൺട്രിബ്യൂഷൻ എത്രമാത്രമെന്ന് ഈ മെത്തേഡിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഓരോ ഫാക്ടറും എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇൻകം മെത്തേഡ്. Expenditure method. The expenditure method is used to estimate the national income by calculating the expenditure incurred by individuals, firms and government in a particular year. ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുക വഴി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ആളുകളുടെ ചിലവ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും ഗവൺമെൻറ്റിൻ്റെയും ചിലവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴി നാഷണൽ ഇൻകം കണ്ടെത്തുന്ന മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. In economics, just like consumption expenditure, investment is also considered as an expenditure. എക്കണോമിക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഒരു എക്സ്പെൻഡിച്ചറായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു നിക്ഷേപത്തെയും ഒരു ചെലവായിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ സമ്മേഷൻ ഓഫ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ചിലവ്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, സാധനങ്ങൾ നിക്ഷേപിക്കുമ്പോഴുള്ള ചിലവ്, ഗവൺമെൻറ്റിൻ്റെ ചിലവ്, ഈ എല്ലാ ചിലവും കൂടി ചേരുമ്പോഴാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കിട്ടുന്നത്. Estimation of national income using any of the above three methods will give the same results. Product method, income method, expenditure method. ഇതിൽ ഏത് രീതിയിൽ കണക്കാക്കിയാലും നാഷണൽ ഇൻകം ഒരുപോലെ തന്നെ ആയിരിക്കും.